ഇനി നമുക്ക് പാലക്കാട്ടേക്കൊന്ന് പോകണം. നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെയുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ പലപ്പോഴായി പരിശോധിച്ചു വരികയാണ്. പാലക്കാട് ഒരു സർക്കാർ വിദ്യാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് തകർച്ചാ ഭീഷണിയിലാണെന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ GLP സ്കൂൾ കെട്ടിടമാണ് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം എന്ന നിലയിൽ ഉള്ളത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നതാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്കൂളിൻ്റെ അവസ്ഥ 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. എന്ന് വെച്ചാൽ ചോർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ വിടാൻ ഭയങ്കര അവർക്ക് എന്ന് വെച്ചാൽ ഒരു അനുഭവപ്പെടുന്നത് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് തീർക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരാതികൾ എല്ലാവരും എല്ലാ MLA MPs മറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റെല്ലാ വിഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കിട്ടിയാലാണ് രക്ഷിതാക്കളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുള്ളൂ. എല്ലാ ക്ലാസ്സും ഇതുപോലെയാണ്. ഓരോ ഓട് വീഴേണ്ട മഴ പെയ്യുമ്പോഴൊക്കെ ഓരോ ഓടുകൾ വീഴുകയാണ്. നമ്മൾ മാറ്റി തന്നെയാണ് കുട്ടികളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. കുട്ടികളെ സ്കൂളിൽ വിടാനും പേടിയാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് വീണു, അതിനെവിടെ മോശമാണ് നമ്മുടെ സ്കൂൾ ഇപ്പം നിൽക്കുന്ന നിലമ. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കൂ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ അതിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. പക്ഷെ അവർക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കുക എന്നത് കൂടിയുണ്ടല്ലോ. ഇതിപ്പോൾ ഏത് നിമിഷവും തകർന്ന് വീഴാം എന്ന നിലയിലുള്ളൊരു കെട്ടിടത്തിൽ ആ കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതിലൊരു നടപടി ഉണ്ടാകാത്തത്? വിനീത, അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് യശസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിരവധി വിദ്യാലയങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട്. പക്ഷേ മാത്തൂർ പല്ലഞ്ചാത്തന്നൂരിലെ ഈ GLP സ്കൂളിലേക്ക് എത്തിയാൽ സ്ഥിതിഗതികൾ വളരെ മോശമാണ്. ആ സ്കൂളിലെ എല്ലാ കെട്ടിടത്തിൻ്റെയും മതിലുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നുകൊണ്ട് അവിടെയെല്ലാം ടാർപ്പായ വലിച്ചു കെട്ടിയാണ് അവിടെ ഇപ്പോൾ സംരക്ഷിച്ചിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ ഈ മഴവെള്ളം മുഴുവൻ ക്ലാസ്സിലേക്കാണ്. അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയുന്നില്ല, അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല. ഈ സംഭവം നിരവധി തവണ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിച്ചതുള്ളതാണ്. അവിടുത്തെ PTA ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഈ LP സ്കൂളിനെ കാര്യമായി ഗൗനിക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ആ കുട്ടികൾക്ക് സുരക്ഷിതയോടുകൂടി ആ മേഖലയിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഏകദേശം 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ആ കുട്ടികൾ ഇപ്പോഴും ഭീതിയിലൂടെ പഠിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം, രക്ഷിതാക്കളുടെ ആവശ്യം, വിദ്യാർത്ഥികളുടെ ആവശ്യം. പാലക്കാട് മാത്തൂരിന് അടുത്തുള്ള പല്ലഞ്ചാത്തന്നൂർ GLP സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ. ഇക്ബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുകയാണ്. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ GLP സ്കൂൾ കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീഴാവുന്ന നിലയിലെത്തിയിരിക്കുന്നത്.